ഒസാക്കയിലെ നമ്മുടെ ആദ്യത്തെ പകലാണ്. നഗരം കാണാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ നിരാശപ്പെടുത്തിക്കൊണ്ട് മഴയോടെയാണ് തുടക്കം. ഇവിടെ പിന്നെ എല്ലാ ഹോട്ടലുകളിലും പൊതുവായി കുടകളൊക്കെ ഉണ്ടാവും. നമുക്ക് എടുക്കാം, ഉപയോഗത്തിന് ശേഷം തിരിച്ചു വെച്ചാൽ മതി. അങ്ങനെ നടന്നപ്പോൾ നിറയെ പൂത്ത് നിൽക്കുന്ന സക്കുറ ചെടികൾ കണ്ടു. ഒരു ആരാധനാലയം പോലെയൊക്കെ ഉണ്ട്. അവിടെ ഒരു കെയർ ടേക്കറെ കണ്ട് സംസാരിച്ചപ്പോഴാണ് അതൊരു സെമിത്തേരി ആണെന്ന് മനസ്സിലായത്. എന്തായാലും ഈ ഒരു സ്ഥലം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഇടമാക്കാൻ ഇവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ ഉറ്റവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, ചന്ദനത്തിരികൾ കത്തിക്കും, സമയം ചിലവഴിക്കും. ഈ അമ്പലത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ അനുവാദമില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മളിത് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. എല്ലായിടത്തും നല്ല പൂക്കളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ചെടികൾ പൂക്കളൊക്കെ പരിപാലിക്കുന്നുണ്ട്. വഴുത്താരകളൊക്കെ നല്ല ഇലയൊക്കെ വീണ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും മനസ്സിന് കുളിർമ പകരുന്ന ചെടികളും പൂക്കളുമൊക്കെ കാണാം. നാട്ടിലെ പോലെയല്ല, ഇവിടെ ഭൗതിക ശരീരം ദഹിപ്പിച്ചതിന് ശേഷമുള്ള അസ്ഥികളും മറ്റുമാണ് സൂക്ഷിക്കുക. അതുകൊണ്ടാണ് കല്ലറകൾക്ക് ഈ ഒരു രൂപം. എല്ലാം വളരെ നീറ്റായിട്ട് പരിപാലിക്കുന്നുണ്ട്. ഇങ്ങനൊരു സ്ഥലത്ത് വരുമ്പോൾ മനസ്സിനൊരു ശാന്തതയും സമാധാനമൊക്കെ വേണമല്ലോ. രാജ്യവും കൊട്ടാരവും സുഖസൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് മോക്ഷം തേടിപ്പോയ ബുദ്ധ ഭഗവാൻ